ഗുഡ് മോർണിംഗ്. ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാതാപിതാ ഗുരു ദൈവം നമ്മൾ ചെറുപ്പം തുടങ്ങി കേട്ട് ശീലിച്ച ഒരു കാര്യമാണ്. മാതാപിതാക്കന്മാരെയും ഗുരുക്കന്മാരെയും ആരെ പോലെ ദൈവത്തെ പോലെ കാണണമെന്നുള്ളത്, അല്ലെ? പക്ഷെ എല്ലാ മാതാപിതാക്കളും അല്ലെങ്കിൽ എല്ലാ ഗുരുക്കന്മാരും ഇത് അർഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഒരു കാര്യവും അത് തന്നെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് അറിയാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, അതായത് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ഫാമിലി, അതുപോലെ തന്നെ ഈ അടുത്തിടെയും ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് മറ്റ് വീഡിയോസ്, ഇങ്ങനെ മോട്ടിവേഷണൽ വീഡിയോസ് കാണുമ്പോഴാണ് ടോക്സിക് ആയിട്ടുള്ള പേരന്റിങ്ങിനെ കുറിച്ച് കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്റെ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് പഴയ കുറച്ച് ഒന്ന് രണ്ട് ഇൻസിഡൻസ് എന്റെ മനസ്സിലേക്ക് വന്നു. അപ്പൊ നിങ്ങളുമായിട്ട് അതൊന്ന് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചു. മറ്റൊന്നുമല്ല, ഇപ്പോഴും അതുപോലെയുള്ള പേരൻസ് ഉള്ള മക്കളുണ്ട് എങ്കിൽ എനിക്ക് ആ മക്കളുടെ അടുത്ത് പറയാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതുപോലെ തന്നെ ആ പേരൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത്രയും ഏജ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ എനിക്കറിയാം. യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുന്നവർ വളരെ കുറവായിരിക്കും. എങ്കിലും ഏതെങ്കിലും തരത്തിൽ അവർ കാണുന്നുണ്ട് എങ്കിൽ ഒരു പക്ഷെ അവരുടെ മനസ്സൊന്ന് തുറക്കാൻ ഈ വീഡിയോ ഒരു കാരണമാകുകയാണ് എങ്കിൽ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് കടക്കുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി ഞാൻ ഒരു രണ്ട് കാര്യങ്ങൾ ഇവിടെ അടിവരയിട്ട് പറയുകയാണ്. ഒന്ന്, പ്രായമായ മാതാപിതാക്കളെ എന്ത് തന്നെയാണെങ്കിലും വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത്, അല്ലെങ്കിൽ അവരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നത്, അവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുന്നത്, ഇതിനോട് ഏറ്റവും ഏറ്റവും എതിർക്കുന്ന, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നല്ല, നമ്മളെല്ലാവരും അതിനെ എതിർത്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഈ മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന്, ഇതൊക്കെ കഴിച്ചിട്ട് മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നതായിട്ടുള്ള മക്കളുമുണ്ട്. ഈ രണ്ട് കാറ്റഗറിയിൽ വരുന്ന ആളുകളെയും ഉദ്ദേശിച്ചുള്ളതല്ല കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ആർക്ക് വേണ്ടി മാത്രമായിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് പറയാം. ടോക്സിക് ആയിട്ടുള്ള പേരൻസിന് വേണ്ടിയിട്ടല്ല, അതുകൊണ്ട് ഒരു ജീവിതം തന്നെ കളയേണ്ടി വന്ന, അല്ലെങ്കിൽ ഒരു ജീവിതം തന്നെ യാതൊരു അർത്ഥവുമില്ലാതെ ആക്കി തീർക്കപ്പെട്ട മക്കൾക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ് ഈ ഒരു വീഡിയോ. ഞാൻ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും സമയത്തിന്റെ ഒരു ഇത് കാരണം ഞാൻ മാക്സിമം എന്റേതായ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തീർക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, എന്താണ് ടോക്സിക് പേരന്റിങ് എന്ന് പറയുന്നത്? ടോക്സിക് എന്ന് പറയുമ്പോൾ അറിയാലോ, അതായത് വിഷം നിറഞ്ഞ എന്ന് പറയാനായിട്ട് കാരണം എന്താന്ന് വെച്ചാൽ, ഈ ഒരു പാരന്റിങ് കാരണം മക്കൾക്ക് ദുരിതങ്ങളല്ലാതെ, അല്ലെങ്കിൽ അവർക്ക് കഷ്ടപ്പാടുകൾ, അല്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ നരകിക്കുന്ന, അവരുടെ ജീവിതം തന്നെ ഇല്ലാതാകുന്ന രീതിയിലുള്ള മാതാപിതാക്കൾ, അവരുടെ പ്രവൃത്തികൾ, അതാണ് ടോക്സിക് പാരന്റിങ് എന്ന് പറയുന്നത്. ഇനി അത് ഏതൊക്കെ രീതിയിൽ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഒരു കാര്യം പറയാം, ഒരിക്കലും ഇത്തരം മാതാപിതാക്കള് അവര് ടോക്സിക് ആണ് എന്ന് ഒരിക്കലും അംഗീകരിക്കില്ല. അവരെല്ലാം മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്താലും അതെന്റെ മക്കൾക്ക് നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ആ ചെയ്യുന്നത് എന്ന് തന്നെ അക്കൂട്ടര് പറയുകയുള്ളൂ. ഇത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു അവസ്ഥയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ അതെ എന്നും നമുക്ക് പറയേണ്ടി വരും. വർഷങ്ങളായി അവർ ശീലിച്ച രീതികളോ അവർക്ക് ഏറ്റിട്ടുള്ള അനുഭവങ്ങളോ സ്വന്തം മക്കളിലേക്ക് പഴിചാരി കൊടുക്കുന്ന, അല്ലെങ്കിൽ സ്വന്തം മക്കളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതായിട്ടുള്ള ഒരു വിഭാഗം മാതാപിതാക്കളാണ്. ചില കാര്യങ്ങൾ ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. രണ്ട് മക്കളുണ്ട് എങ്കിൽ രണ്ട് മക്കളെയും രണ്ടായി കാണുന്ന മാതാപിതാക്കളുള്ള വീടുകളുണ്ട്. ചേട്ടൻ അനിയനുണ്ട് എങ്കിൽ അനിയൻ ചെയ്യുന്നതെല്ലാം വളരെ നല്ലത്, അനിയനെ കണ്ടുപിടിക്കുക, അവൻ മിടുക്കൻ, അവൻ എന്ത് ചെയ്താലും അതെല്ലാവരോടും പറഞ്ഞ് വളരെ പുകഴ്ത്തി നടക്കും. ചേട്ടൻ എന്ത് ചെയ്താലും അതിന് യാതൊരു വിലയുമില്ല വീട്ടില്. ഇത് കാലങ്ങൾ കഴിഞ്ഞ് വലുതായി കഴിഞ്ഞ് അവർ ജോലിയൊക്കെ നേടി ഒരു 500 രൂപയുടെ സാധനം അനിയൻ വീട്ടിലേക്ക് വാങ്ങിച്ചു കഴിഞ്ഞാലും അനിയനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തി, കണ്ടോ അവൻ വാങ്ങിച്ചു കൊണ്ടുവന്ന, കണ്ടോ അവൻ കുടുംബം നോക്കുന്ന, കണ്ടോ. ഒരു 3000 രൂപയ്ക്കുള്ള കാര്യങ്ങൾ ആ ചേട്ടൻ ചെയ്താലും
യാതൊന്നുമില്ല. ലാസ്റ്റ് ചോദിക്കുന്ന, നീ എന്ത് ചെയ്തു, നീ ഈ വീടിന് വേണ്ടിയിട്ട് എന്താ ചെയ്തേക്കുന്നേ, കുടുംബം നോക്കില്ലാത്തവൻ എന്ന ഒരു പഴിചാരൽ. ഇത് രണ്ട് മക്കൾ ഉള്ളിടത്ത് രണ്ടായി കാണുമ്പോൾ ആ മക്കൾ അനുഭവിക്കുന്ന ഒരു വിഷമം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഞാൻ വരച്ച വരയിൽ നിങ്ങൾ നിൽക്കണം. അതായത് കാലങ്ങളായിട്ട് എനിക്കറിയാം, ഞാൻ മീൻസ് ഇവിടെ എനിക്ക് എന്ന് പറയുന്നത് ടോക്സിക് ആയിട്ടുള്ള പാരന്റ് ആണ്. അപ്പൊ അവര് പറയാണ്, അച്ഛനോ അമ്മയോ, ഇതൊക്കെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾക്കൊന്നും അറിയില്ല, ഇതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഞങ്ങൾ പെർഫെക്റ്റ് ആണ് എന്ന മട്ടിലാണ് അവര് സംസാരിക്കുന്നത്. ഞാൻ പറയണ കേട്ട അനുസരിച്ച് ഇവിടെ നിൽക്കാൻ പറ്റുമോ, നിന്നാ മതി, ഇല്ലെങ്കിൽ ഇപ്പൊ ഇറങ്ങിക്കൊള്ളണം, വീട്ടിൽ നിന്ന് പൊക്കോളണം, ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇതെന്റെ വീടാണ്, ഞാൻ പണിത വീടാണ്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ വീടാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴാണെങ്കിലും ഞാൻ പറയണ കോളേജിൽ അല്ലെങ്കിൽ ഞാൻ പറയണ കോഴ്സ്, ഇന്ന ജോലി, അതാണെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. വിവാഹം കഴിക്കുമ്പോഴാണെങ്കിലും മാതാപിതാക്കൾ പറയുന്ന കുട്ടിയെ വിവാഹം കഴിച്ചോളാം. സ്വന്തം ഇഷ്ടപ്രകാരം മനസ്സിനിണങ്ങിയ ഒരാളെ കല്യാണം കഴിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിലും വാശി കാണിച്ചുകൊണ്ട് ആ വന്നു കയറിയ മകളെ, അതായത് മരുമകളെ സ്വന്തം മകളായിട്ട് കണ്ട് അതിനെ സൈഡ് ചേർത്ത് നിർത്തുകയാണ്. എന്നിട്ട് മകനെതിരെ തിരിഞ്ഞ് അറ്റാക്ക് ചെയ്യുന്നു. ഇങ്ങനെയുള്ള പല തരത്തിലുള്ള മാതാപിതാക്കളും നമുക്ക് ചുറ്റിനും കാണാൻ സാധിക്കും. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ മാതാപിതാക്കൾക്ക് ഉണ്ടല്ലോ, അവരുടെ ദേഷ്യം തീർക്കാനുള്ള ഉപകരണങ്ങളല്ല മക്കളെന്ന് ആദ്യം അവര് ചിന്തിക്കുക. ഇപ്പൊ ഞാൻ ഈ പറയുന്നതെല്ലാം ഏതെങ്കിലും തരത്തിൽ ആ മാതാപിതാക്കളിൽ എത്തുകയാണ് എങ്കിൽ എത്തിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് പറയുമ്പോൾ എല്ലാ പാരന്റ്സും ഒരുപോലെയല്ല, അവർക്കുള്ളതല്ല എന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. ഈ വീഡിയോ നമ്മള് പല രീതിയിലുള്ള പാരന്റ്സിനെ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ ഞാനൊക്കെ എന്റെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കസിൻസിന്റെ ഒക്കെ വീട്ടില് വെക്കേഷന് പോയി നിൽക്കുമ്പോൾ അച്ഛനും അമ്മയും, അതായത് പെൺകുട്ടികളാണെങ്കിൽ അച്ഛനോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും, ആൺകുട്ടികൾക്ക് അമ്മമാരോടെന്ന് പറയുമല്ലോ. അപ്പൊ ഒരു പെൺകുട്ടി തന്നെയാണ് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നു, അച്ഛന്റെ കൂടെ കിടക്കുന്നു, അച്ഛനുമായിട്ട് കളിക്കുന്നു, ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ആയാലും തമാശകൾ പറയുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ദൈവമേ, ഞാനൊക്കെ എന്റെ അച്ഛന്റെ അടുത്ത് ഇങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ അപ്പോ അടി ഉറപ്പാണ്, കൊഞ്ചാതെ ഒന്ന് പോയേ, ഇതെന്തെന്നത് ഭ്രാന്ത് കാണിക്കുന്നോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ എന്റെ അച്ഛന് എന്ന് പറയുമ്പോൾ എന്റെ അടുത്ത് ഇന്ന് വരെ അങ്ങനെ ഒരു കൊഞ്ചിച്ചതോ അല്ലെങ്കിൽ എന്നെ ലാളിച്ചതോ ഒന്നും എന്റെ മനസ്സിലില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും അച്ഛന് സ്നേഹമുണ്ട്, അത് പ്രകടിപ്പിക്കാൻ അറിയില്ല. പക്ഷെ ആ സ്നേഹം എന്ന് പറയുന്നത് എനിക്ക് പല രൂപത്തിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, അച്ഛന്റെ സ്നേഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും ഈ പ്രായത്തിലും നമുക്ക് മാതാപിതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കാര്യമാണ്. അപ്പൊ എന്തുകൊണ്ടാണ്, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പാരന്റ്സ് എന്തുകൊണ്ട്, അത് ടോക്സിക് അല്ല, സ്നേഹം ഉള്ളിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്നേഹം എന്ന് പറയുന്നത് പ്രകടിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ പോലും പല മാതാപിതാക്കളും സ്നേഹം പ്രകടിപ്പിച്ചാൽ തങ്ങളുടെ കുട്ടികൾ വഴിതെറ്റി പോകുമോ എന്ന് പേടിച്ച്, അല്ലെങ്കിൽ കൊഞ്ചിച്ചാല് ലാളിച്ചാല് വഷളായി പോവും. കുട്ടികളെ അടിച്ചു തന്നെ വളർത്തണം എന്ന് പറയുന്ന മാതാപിതാക്കളോടായിട്ട് ഞാനൊരു കാര്യം പറയാം. ഈ അടിച്ച് വളർത്തി നന്നാക്കിയ കുട്ടികളെക്കാൾ അടിച്ച് വളർത്തി മോശമായ കുട്ടികളാണ് കൂടുതലും. അതിനകത്ത് ഒരു സംശയവും ഇല്ല. അതുകൊണ്ട് അടിച്ചാൽ വളരും എന്നുള്ളതല്ല, അടിച്ചാലും വളരും, അടിച്ചില്ലെങ്കിലും വളരും അല്ലെ. അപ്പൊ അതെങ്ങനെയായിരുന്നാലും അതിനെക്കുറിച്ചൊന്നും അല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ടോക്സിക് ആയിട്ടുള്ള പാരന്റിങ്ങില് ഒന്ന് രണ്ട് മാതാപിതാക്കളെ എനിക്കറിയാം. അതില് ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഒരു മകൻ സൂയിസൈഡ് ചെയ്യാൻ പോലും കാരണമായി. ഈ രണ്ട് മക്കളില് അനിയനോട് തന്നെയുള്ള പാർഷ്യാലിറ്റി, ചേട്ടനൊന്നും അല്ല, കഴിവ് കെട്ടവനാണ്, കഴിവില്ലാത്തവനാണെന്നുള്ള രീതിയിലാക്കി തീർക്ക്, ലൈഫ് ഒന്നും അല്ലാതാക്കി തീർത്തു. മറ്റൊരു ഫാമിലിയെ എനിക്കറിയാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ചെറുപ്പം തുടങ്ങി ഇതുപോലെ തന്നെ അനിയനാണല്ല, അനിയന് വേണ്ടിയിട്ട് +2 കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പഠനം നിർത്തി, ഇനി ജോലിക്ക് പൊക്കോ, കാരണം അനിയനെ കൂടെ പഠിപ്പിക്കണം, അനിയനാണ് പ്രാധാന്യം. അപ്പൊ +2 കഴിഞ്ഞ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് ഡിഗ്രി പൊക്കോട്ടെ എന്ന് കെഞ്ചി അമ്മയോട് അപേക്ഷിച്ചിട്ടും പറ്റില്ല, വലിയ കാര്യമായിട്ട് പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, പോയി പണിക്ക് പോ, പൈസ കൊണ്ടുവാ എന്നുള്ള മട്ടിലായി. പൈസ വേണം, അതിനാണ് ആൺമക്കൾ എന്ന് പറയുന്നത്. അങ്ങനെ ശരി, പഠനം ഉപേക്ഷിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്വന്തം ഫാമിലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗത്യന്തരമില്ലാതെയാണ് ഇതൊക്കെ മക്കൾ അനുസരിക്കുന്നത് എന്നുള്ളതും മറക്കണ്ട. ഡിപ്പെൻഡൻസി എവിടെ വരുന്നോ, അതായത് മാതാപിതാക്കൾക്ക് നന്നായി അറിയാം ഇപ്പൊ പറഞ്ഞാൽ അവരനുസരിക്കും, കാരണം അവർ വേറെങ്ങും പോയി കഴിഞ്ഞാലും രക്ഷപ്പെടാൻ പോകുന്നില്ല, കയ്യിൽ പൈസ ഇല്ല.
നാട് വിട്ടു പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും? കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ വരും. കാരണം ജീവിക്കാൻ ഗതിയില്ല, പട്ടിണി കിടക്കുമ്പോ തന്നെ വരും. അപ്പൊ അനുസരിക്കും. വേറൊരു തരത്തിലും പോവാൻ ഗതിയില്ല എന്നറിയുന്ന മക്കളുടെ അടുത്താണ് ഇത്തരത്തിലുള്ള പെരുമാറ്റം കൂടുതലും അവർക്കുള്ളത്. ഇനി തിരിച്ചെന്തെങ്കിലും ചോദ്യം ചെയ്യാന്ന് വെച്ചാലോ മക്കള്, അപ്പോൾ തുടങ്ങും 10 മാസം നൊന്ത് പ്രസവിച്ചതിന്റെ മുഴുവൻ കണക്കും അതിന്റെ പലിശ സഹിതം അവര് കരഞ്ഞു പറയുകയും ചെയ്യും. മറ്റൊരു കാറ്റഗറിയാണ് കേട്ടോ, ബന്ധുക്കളോ അല്ലെങ്കിൽ അയൽവക്കക്കാരോ വീട്ടിൽ വരുമ്പോ സ്വന്തം മകനെ കുറിച്ച് അല്ലെങ്കിൽ മകളെ കുറിച്ച് പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ച് കരയും. അതായത് സഹതാപം പിടിച്ചു പറ്റുന്ന രീതിയിൽ, നിങ്ങൾക്കറിയോ അവൻ അല്ലെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടെന്ന്, എന്തെല്ലാം കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്, അതുപോലെയാണ് ഞാൻ നോക്കിയിരിക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്താ ചിന്തിക്കുന്നത്? ഓ, ഇത്രയും സ്നേഹമുള്ള ഒരു അച്ഛനും അമ്മയും ഇതുപോലെ കഷ്ടപ്പെടുന്നത്. അപ്പൊ മക്കളുടെ അടുത്ത് പറയും, നീ വിഷമിപ്പിക്കരുത്, ഈ അച്ഛനെയും അമ്മയും നീ ഒരിക്കലും വേദനിപ്പിക്കരുത്. അപ്പോഴും ആ മക്കൾ അവിടെ ആരായി അല്ലെ? അപ്പൊ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ രീതിയിൽ അതുപോലെ തന്നെ ചില പാരന്റ്സ് എന്ന് പറയുന്നത് സൈക്കോളജിക്കലായിട്ട് ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പറയണത് കേട്ടോളണം, അതനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്ത് കളയും, നീ ആ പെണ്ണിനെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ എന്നെ കാണില്ല, ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോ സ്വന്തം പാരന്റ്സ് ജീവിച്ചിരിക്കില്ല എന്ന് പറയുമ്പോൾ മക്കൾ അതനുസരിച്ച് പോകുന്നതായിട്ടുള്ള ഗതികേട്, ഇതൊക്കെയും ഈ മക്കളെ എവിടെ കൊണ്ടുവന്ന് എത്തിക്കുന്നു എന്നുള്ളത് ചിന്തിക്കണം. ഒരു തരത്തിലും ഗത്യന്തരമില്ലാതെ പാരന്റ്സിന്റെ ഈ ഒരു ശിക്ഷണത്തില് അല്ലെങ്കിൽ അവരുടെ ഒരു പിടിവാശി എന്ന് തന്നെ പറയാം, ആ ഒരു പിടിവാശിയിൽ കിടന്ന് അമരുന്ന മക്കളാണ് ഒട്ടുമിക്ക ഫാമിലിയിലും ഉള്ളത്. അതായത് ഹെൽത്തി ഫാമിലി റിലേഷൻഷിപ്പ് ഇല്ലാതെ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻ ഉള്ളത്. ടോക്സിക് ആയിട്ടുള്ള ഏത് റിലേഷനും നമ്മൾ കട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഭാര്യ ഭർത്തൃ ബന്ധമാണെന്നുണ്ടെങ്കിൽ രണ്ടുപേര് തമ്മിൽ യോജിച്ച് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാരേജ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ട് മാത്രമാണ്. അതിൽ ഒത്തൊരുമിച്ച് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ളതാണ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. അവിടെ പിരിയുന്നു എന്നുള്ളത് കൊണ്ട് ജീവിതമല്ല ഇല്ലാതെയാകുന്നത്, രണ്ട് വ്യക്തികൾ മാത്രം പിരിയുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ പറയുന്ന ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ നമുക്കത് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഭാര്യ ഭർത്തൃ ബന്ധമാണെങ്കിൽ അവിടെ അത് ആ രീതിയിൽ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. അതായത് ഒരാളുടെ കൂടെ ജീവിക്കുമ്പോ അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ ജീവിക്കുമ്പോ ഒരു വ്യക്തിക്ക് യാതൊരു ഗ്രോത്ത് ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാം ആ വ്യക്തിയുടെ കഴിവുകൾ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നു, അവരുടെ കോൺഫിഡൻസ് ലെവൽ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നു, ജീവിതം എങ്ങും എത്തിപ്പെടാത്തൊരവസ്ഥയിൽ കിടന്ന് നരകിക്കുന്നു. ഇതാര് കാരണമാണോ അവരെയാണ് നമ്മൾ ടോക്സിക് പീപ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ചില മാതാപിതാക്കളുടെ കടുംപിടുത്തങ്ങളെ കുറിച്ചാണ്. ചില ആളുകൾ പറയില്ലേ, അതായത് അവർക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വത്തായിരിക്കും, വാശി കാരണം പറയും, ഇതൊക്കെ ഞാനുണ്ടല്ലോ, എനിക്ക് ഇഷ്ടമുള്ളവർക്കാ ഞാൻ എഴുതി കൊടുക്കണം, നിനക്കിത് കിട്ടും എന്ന് വിചാരിക്കേണ്ട, നീ ഇത് അനുഭവിക്കുന്നു വിചാരിക്കേണ്ട, ആർക്ക് കൊടുത്താലും ഞാൻ നിനക്ക് തരില്ല എന്ന് പറയുന്നതായിട്ടുള്ളവര്. അതുപോലെ എന്തെങ്കിലും പറഞ്ഞാൽ ഇഷ്ടമില്ല ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതാണെങ്കിൽ ചിലപ്പോൾ പ്രായമായ 10, 30, 35, 40, 45 വയസ്സായ മക്കളായിരിക്കും. പാരന്റ്സിന് 70, 75 വയസ്സും കാണും. എങ്കിലും അവര് പറയും, കടക്ക് പുറത്ത് ഇറങ്ങിക്കോ, ഈ വീട്ടില് വേണ്ട, നീ ഇത് നിന്റെ വീടല്ല, ഇറങ്ങിക്കോ, എവിടെയാന്ന് വെച്ചാൽ പോയി ജീവിച്ചോ, ഇങ്ങനെ പറഞ്ഞിറക്കി വിടുന്നതായിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ വരുമ്പോ ആ മക്കൾ അനുഭവിക്കുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ പരിചയപ്പെട്ട എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, പണ്ട് അച്ഛൻ എന്നെ പുളിയുടെ കമ്പുണ്ടല്ലോ, പുളിയുടെ കമ്പ് നല്ല വേദനയാണ് അത് വെച്ച് അടിച്ചാൽ എന്നാണ് പറഞ്ഞത്. ചെറിയ പ്രായത്തിൽ കിട്ടിയ അടി എന്തിനാണ്? സ്വന്തം അച്ഛന്റെ അമ്മയെ കാണാൻ പോയതിന്. അതായത് ആ അച്ഛനും അച്ഛന്റെ അമ്മയും തമ്മിൽ വഴക്കാണ്, അവര് ഫാമിലി ആയിട്ട് സ്വത്തിന്റെ പേരിലൊക്കെ ആയിട്ട്. പക്ഷെ അച്ഛമ്മയും മകനും തമ്മില്, ഈ പേരക്കുട്ടിയും തമ്മിൽ നല്ല അറ്റാച്ച്മെന്റ് ആയിരുന്നു. ചെറിയ പ്രായത്തിലെന്ന് പറഞ്ഞാൽ UKG 1ാം ക്ലാസ് പഠിക്കുന്ന പ്രായം. ആ പ്രായത്തില് അച്ഛമ്മയെ കാണാനായിട്ടുള്ള കൊതി കൊണ്ട് വീട് എവിടെയാന്ന് അറിയാലോ, തറവാട്. അപ്പൊ നടന്ന് അവിടെ പോയി എന്നുള്ളത് ആരോ നാട്ടുകാരൊരാള് പറഞ്ഞ് അറിയിച്ചു. ഉടനെ തന്നെ വന്ന് ആ മുറ്റത്ത് നിൽക്കുന്ന പുളിവാറിന് അടിച്ച അടിയുടെ വേദന ഇന്നും ഓർക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ മകളെ ഇന്ന് വരെ തല്ലിയിട്ടില്ല, ഇനി തല്ലുകയുമില്ല എന്നാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതുപോലുള്ള പാരന്റ്സിന് ഉണ്ടാകുന്ന മക്കള് അവരവരുടെ മക്കൾക്ക് ഈ ഒരു ഗതി വരരുതെന്ന് എല്ലായ്പ്പോഴും അവർ ആഗ്രഹിക്കും.
അതുപോലെ ഒരു കാര്യം കൂടി എനിക്ക് ആ പേരൻസിന്റെ അടുത്ത് പറയാനുള്ളൂ, നിങ്ങളുടെ ദേഷ്യം തീർക്കാനുള്ള ഉപകരണങ്ങളല്ല മക്കൾ. അവർക്ക് അവരുടേതായ ഐഡന്റിറ്റി ഉണ്ട്. ഒരിക്കലും അവരെ ആവശ്യപ്പെട്ടിട്ടല്ല നിങ്ങൾ അവരെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. നിങ്ങളുടെ ഇഷ്ടപ്രകാരം, നിങ്ങളുടെ സ്നേഹം കൊണ്ട് ആണ്, നിങ്ങളുടെ സ്നേഹത്തിന്റെ സമ്മാനമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. സ്നേഹിക്കുമ്പോൾ അതിന്റെ റിസൾട്ടാണ് കുഞ്ഞുങ്ങളെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവരെ ഇതുപോലെ വെറുക്കാൻ സാധിക്കുക, അവരെ ഇതുപോലെ ദേഷ്യം കാണിക്കാൻ സാധിക്കുക? അല്ലെ? വെറുതെ അല്ല. ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഈ മക്കൾ ഇതുപോലെ മാതാപിതാക്കളെ വെറുക്കുന്നത്. ലാസ്റ്റ് ആയിട്ട് ആ ഒരു കേസിൽ തന്നെ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, മരിച്ചാൽ പോലും ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും കാണാൻ പോവില്ല, മരിച്ചു എന്നറിഞ്ഞാൽ പോലും എനിക്ക് കാണണ്ട എന്ന് പറയണമെങ്കിൽ അത്രയും വെറുപ്പ് ഒരു പാരന്റ്സിനോട് ഉണ്ടാവണമെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തി എന്തായിരുന്നു എന്നും കൂടിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് എടുത്തു ചാടി നമ്മൾ ഒരു കുട്ടിയെ കുറ്റം പറയുന്നതിന് മുമ്പേ തന്നെ, അല്ലെങ്കിൽ ആ മക്കളെ കുറ്റം പറയുന്നതിന് മുമ്പ് തന്നെ, ആദ്യം തന്നെ എപ്പോഴും എല്ലാവരും പ്രായമായ ആളുകളാവുമ്പോൾ പാരന്റ്സിന്റെ സപ്പോർട്ട് അവരെയാണ് സപ്പോർട്ട് ചെയ്യുക പല കാര്യങ്ങളും. പക്ഷെ വീണ്ടും വീണ്ടും നമ്മൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആലോചിക്കുക, എന്തുകൊണ്ട് മക്കൾ മാതാപിതാക്കളെ വെറുക്കുന്നു? ഇത്ര അധികം ശത്രുക്കളായി തീരണമെങ്കിൽ എന്തുമാത്രം അൺഹെൽത്തി റിലേഷൻഷിപ്പാണ് എത്രയോ ഫാമിലികളിൽ നടക്കുന്നത് എന്നുള്ളത്. അപ്പൊ ദയവായി എനിക്ക് പറയാനുള്ളേ ഉള്ളൂ, ഓരോരുത്തരും വിവാഹം ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക, നാളെ ഒരു കാലത്ത് ഞാനും ഇതുപോലെയൊക്കെ ആയിരിക്കുമോ പെരുമാറുക? എനിക്ക് മക്കളുണ്ടായാൽ ഞാൻ അവരോട് ഇതേ രീതിയിൽ പെരുമാറാനുള്ള സാധ്യതകൾ ഉണ്ട് എങ്കിൽ ദയവായി ഒന്നുകിൽ നിങ്ങൾ വിവാഹം കഴിക്കാതിരിക്കുക, അഥവാ നിങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വിവാഹം ചെയ്യുകയാണെങ്കിൽ പോലും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാതിരിക്കുക. അഥവാ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ തന്നെ മക്കളില്ലാത്ത എത്രയോ ആളുകൾ ഇവിടെയുണ്ട്. ഒരു മകനെ അല്ലെങ്കിൽ മകളെ കിട്ടിയിരുന്നെങ്കിൽ പൊന്നുപോലെ നോക്കാമായിരുന്നു, സ്നേഹിക്കാമായിരുന്നു എന്ന് കരുതുന്ന അമ്മമാരും അച്ഛന്മാരും എത്രയോ ഈ നാട്ടിലുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ ആ കുഞ്ഞിനെ വളർത്താൻ കൊടുക്കൂ. അവരുടെ കയ്യിൽ അവർ സുരക്ഷിതമായിരിക്കും, അവരുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ആരോഗ്യം അവരിൽ ഭദ്രമായിട്ട് പോകും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പല ഫാമിലിയിലും സംഭവിക്കുന്ന ഒരു കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നത്. അതുപോലെ അല്ലറി സംസാരിക്കുന്നത് മക്കളുടെ അടുത്ത്, ഇതുകൊണ്ടൊക്കെ എന്താ ശരിക്കും ബെനിഫിറ്റ് കിട്ടുക എന്നുള്ളത് നമ്മൾ പിന്നീട് ആലോചിച്ച് നോക്കുക. ഞാൻ തന്നെ ദേഷ്യപ്പെടുമ്പോ, കുട്ടികളുടെ അടുത്ത് ദേഷ്യപ്പെടുമ്പോ ഇതുപോലെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറയാറുണ്ട്, നീ ഇതുപോലെ ദേഷ്യപ്പെടരുത്. ശരിയാണ്. പിന്നെ ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോ നേരത്തെ കേട്ടോ, പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ന് കരുതി ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാകും, പിന്നെന്താ എപ്പോഴും സ്നേഹിച്ച് തലോടി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് അങ്ങനെ കൊണ്ട് നടക്കണം മക്കളെ? അല്ല, ഒരിക്കലും അല്ല. ശാസിക്കേണ്ടടുത്ത് ശാസിക്കണം. പക്ഷെ ശാസന എന്ന് പറയുന്നത് അവർക്ക് തന്നെ സ്വയം ബോധ്യപ്പെടണം. ഇപ്പൊ എന്തിനാണ് എന്നെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഇതിന് മാത്രം വഴക്ക് പറഞ്ഞത്, അല്ലെങ്കിൽ ഒന്ന് അടിക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ എന്തിനാണ് അവരതെന്നെ ചെയ്തത് എന്ന് ആ കുട്ടിക്ക് സ്വയം ബോധ്യപ്പെടുകയും അതിനുശേഷം അവരെ സ്നേഹിക്കുകയും ചെയ്യണം. എപ്പോഴും ശിക്ഷണം കഴിഞ്ഞതിന് ശേഷം അവർക്ക് കൊടുക്കുന്ന ഒരു സ്നേഹവും തലോടലും അത് മറക്കരുത്. ഒരു തവണ ശിക്ഷ കൊടുത്താൽ അത് കഴിഞ്ഞ് അതിന്റെ ഇരട്ടി സ്നേഹിക്കാനായിട്ട് മാതാപിതാക്കൾ മറന്നു പോകരുത്. അപ്പൊ എനിക്ക് ഇത്തരം മാതാപിതാക്കളോടുള്ള എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, എൻ്റെ ഒരു അപേക്ഷ എന്ന് പറയുന്നത് ഇതാണ്, ജീവിതം ഒന്നേ ഉള്ളൂ. കുറച്ച് കാലങ്ങളൊക്കെ നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചതിന് ശേഷം ശരീരം മാത്രമേ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഈ ശരീരം പോയി കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നു, എന്റെ രൂപം, എന്റെ പേര് നിങ്ങൾക്ക് അറിയാം. അഞ്ജലി എന്ന് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ അഞ്ജലി എന്ന് പറയുന്ന ഒരാളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അത് ഇന്നയാളാണ്. അത് എന്റെ ഫിസിക്കൽ അപ്പിയറൻസ് കൊണ്ട് നിങ്ങൾ തിരിച്ചറിയുന്നതാ. ഈ ശരീരം പോയിട്ട് ഞാനൊരു ആത്മാവ് മാത്രമായിട്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്കിതെല്ലാം കാണാനും അനുഭവിക്കാനും പറ്റും. അത് മറക്കണ്ട. അപ്പൊ എല്ലാ മാതാപിതാക്കളും ആലോചിക്കുക, നമ്മള് എങ്ങനെ മരിച്ചു എന്നുള്ളതിനേക്കാൾ പ്രാധാന്യമാണ് എങ്ങനെ ജീവിച്ചു എന്നുള്ളത്. ഇത്രയും കാലം ഏത് രീതിയിൽ ജീവിച്ചു, അതായത് മരിക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കാൻ ഒരാള് പോലും ഇല്ലാതെ നമ്മൾ എന്താണ് ഇവിടെ നേടിക്കൂട്ടിയതെല്ലാം, അല്ലെ? ഈ ഭൂമിയിൽ നമ്മൾ എന്തൊക്കെ നേടിക്കൂട്ടി. പക്ഷെ മരിക്കുമ്പോൾ പോലും ഒരാൾ കാണാൻ വരാനോ, നമ്മൾ പറയില്ലേ ചില വ്യക്തികളുടെ മരണം, ഉമ്മൻചാണ്ടി സാറൊക്കെ മരിച്ചപ്പോഴാണ് കേരള ജനത മുഴുവൻ ഇത്ര അധികം അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നോ എന്ന് മനസ്സിലാക്കിയ നിമിഷങ്ങള്. നയനാർ അദ്ദേഹമൊക്കെ മരിച്ചു കഴിയുമ്പോൾ, അതായത് ചില വ്യക്തികൾ മരണപ്പെടുമ്പോഴാണ് നമുക്ക് ഈ ലോകത്ത് ഇത്രയും നന്മ അദ്ദേഹം ചെയ്തിരുന്നോ. ചിലർ പറയില്ലേ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പോഴ്ത്തി പറയും, പക്ഷെ അങ്ങനെയല്ല.
ചില വ്യക്തികൾ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. അപ്പൊ നമുക്ക് ആ മരണം കൊണ്ടറിയാം ആ വ്യക്തി എന്തായിരുന്നു, ജീവിച്ചിരുന്നപ്പോൾ എന്തായിരുന്നു എന്നുള്ളത്. അതാണ് നമ്മുടെ സമ്പാദ്യം. ആ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ നേടുന്നതെല്ലാം ആ മരണപ്പെടുന്ന നിമിഷം നമ്മൾക്ക് ആളുകൾ എന്ത് തിരിച്ചു തരണു എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നത്. കാരണം ഒന്നും നമ്മൾ പോകുമ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് സ്നേഹം കൊടുത്തു നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ നിന്ന് അവർക്ക് സ്നേഹം കൊടുത്തു നോക്കൂ. അവരുടെ തെറ്റുകളെ നിങ്ങൾ അംഗീകരിച്ചിട്ട് അത് നിങ്ങൾ ക്ഷമിക്കാൻ പഠിച്ചു നോക്കൂ. ഒട്ടും നിങ്ങൾ അവരുടെ മുമ്പിൽ താഴില്ല. അവർക്ക് നിങ്ങളോടുള്ള സ്നേഹവും ബഹുമാനവും കൂടുകയുള്ളൂ. സ്നേഹം ഇൻവെസ്റ്റ് ചെയ്യൂ, അതിന്റെ തന്നെ റിട്ടേൺ നിങ്ങൾക്ക് ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇതാണ് എനിക്ക് അത്തരം പേരൻസിനോട് പറയാനുള്ളത്. ഇനി എനിക്ക് ഇതിൽ ബുദ്ധിമുട്ടി നിൽക്കുന്ന മക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മള് 7-70 ഒരുപോലെ എന്ന് പറയും. ചെറിയ മക്കളായിരിക്കുമ്പോൾ വാശി കാണിച്ച് അവര് പലതരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കും. പക്ഷെ നമ്മൾ അവരെ ഉപേക്ഷിക്കാറില്ല. മാതാപിതാക്കളാണ്, എത്രയൊക്കെ വന്നാലും നമ്മൾ അവരെ ഉപേക്ഷിക്കണം എന്നല്ല. പക്ഷേ എത്ര ടോക്സിക് പേരൻസ് ആയിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ളത് അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയും നേടിയെടുത്തേ പറ്റൂ. വിദ്യാഭ്യാസമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവരുടെ ഒപ്പം നിന്നുകൊണ്ട് എത്രയൊക്കെ സഹനങ്ങൾ സഹിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഒരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളത് നേടിയെടുക്കൂ. പിന്നെ നിങ്ങൾ ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പാരന്റ്സ് ആണെങ്കിൽ നിങ്ങൾ വിട്ടേക്കൂ. നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരിടം നിങ്ങൾക്കത് തിരഞ്ഞെടുക്കുക. നിങ്ങൾ ജീവിക്കുക. നിങ്ങൾ ജീവിച്ച് നിങ്ങളുടെ സന്തോഷം അവരെ കാണിച്ചു കൊടുക്കുക. ആ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾ അവരിലേക്ക് സ്നേഹമായിട്ട് അത് എത്തിക്കോളും. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് പറയാനായിട്ടുള്ളൂ. അതുകൊണ്ട് ആരും അതിനകത്ത് ഡെസ്പ് ആവരുത്. കാരണം കുറെ ഞാനിങ്ങനെ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. ഇപ്പോ നമുക്കൊക്കെയും പാരന്റ്സ് ഉണ്ട്. ചിലർക്കെന്ന് പറയുമ്പോൾ വളരെ സ്നേഹമുണ്ട്. എനിക്ക് തന്നെ അറിയാം, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പല ടീച്ചേഴ്സിനും അവർക്ക് അവരുടെ ഫാമിലിയുമായിട്ടുള്ള അറ്റാച്ച്മെന്റ്, അച്ഛൻ അമ്മ എന്ന് പറയുന്നത് ദിവസത്തിൽ എത്ര തവണ അവര് വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, എത്ര തവണ കെയർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോവാറുണ്ട്. അതുപോലെ സ്നേഹമുള്ള പാരന്റ്സ് തിരിച്ച് അവര് കൊടുക്കുന്നതും സ്നേഹം തന്നെയായി ഈ മക്കള് തിരിച്ചുള്ളവരും ഉണ്ട്. അപ്പോ ഇതാണ് ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്തൊന്ന് പറയണം എന്ന് തോന്നി. മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ അങ്ങ് ഒരുപാട് ലെങ്ത് ആയി പോവും. അപ്പൊ ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ പ്ലീസ് ഇനിയെങ്കിലും നമുക്ക് ഇതെല്ലാം അവസാനിപ്പിച്ച് നമുക്ക് സ്നേഹം കൊണ്ടുള്ള നല്ലൊരു സ്വർഗം തന്നെ ഓരോ വീടും നമുക്ക് ആക്കി തീർക്കാന്നേ. നമ്മൾ സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് കിട്ടുള്ളൂ. ഒരു പരിധി വരെ നല്ല ഫാമിലി, ഹെൽത്തി ഫാമിലി ഉള്ള സ്ഥലത്തെ കുട്ടികൾ വളർന്നു വലുതാവുമ്പോൾ ആ അച്ഛനോടും അമ്മയോടും കമ്മിറ്റ്മെന്റ് ഉള്ളവരായി തന്നെ ഇരിക്കും. അങ്ങനെയുള്ള കുട്ടികൾ വഴിതെറ്റി പോകാനുള്ള സാധ്യത ഒരു പരിധി വരെ കുറവാണ്. പിന്നെ ഇന്നത്തെ കാലമല്ലേ, ചില കാര്യങ്ങളിൽ അഡിക്റ്റഡ് ആയി പോകാം കൂട്ടുകെട്ടിന്റെ ഇതുകൊണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ആ അച്ഛൻ അമ്മ എന്ന വികാരം സ്വന്തം മക്കളുടെ മനസ്സിലേക്ക് 10-18 വർഷം നമുക്ക് ഇൻജക്ട് ചെയ്യാൻ സാധിച്ചാൽ ഉറപ്പായും അവര് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങളുടെ ശക്തിയായി നിങ്ങളോടൊപ്പം ഉണ്ടാവും. എന്നെ പോലുള്ള മക്കൾക്ക് പാരന്റ്സിന്റെ അടുത്ത് പറയാൻ അതേ ഉള്ളൂ, ഞങ്ങൾ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും, ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കും, പൊന്നുപോലെ നോക്കും. തിരിച്ച് ഞങ്ങൾക്ക് തരാനായിട്ട് കുറച്ചൊരു സ്നേഹവും കരുതലും മാത്രം മതി. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്